ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ ഹീറോ ഈ ജോർജ് സാറാടാ. എക്കോ സിനിമ ഇറങ്ങിയിട്ട് തിയേറ്ററിൽ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. വളരെ മനോഹരമായ സിനിമ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ ലെയറുകളുള്ള സിനിമ, നല്ല ഫീഡ്ബാക്ക്. ഇതേ സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിട്ടുണ്ട്. സ്ട്രീമിംഗ് വഴി ഭയങ്കര ഹിറ്റാണ്. ആളുകളെല്ലാം ഇപ്പോഴും കണ്ട് ചിലരൊക്കെ കണ്ണുകളിരിക്കുക, മലയാള സിനിമ ഇത്രയും നല്ല, എന്തൊരു സ്ക്രീൻ പ്ലേ, എന്തൊരു പെർഫോമൻസ് എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും ഈ സിനിമയുടെ ചില ലെയറുകൾ മനസ്സിലാക്കാൻ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധാരണ സിനിമക്കാരുണ്ട്. അപ്പോൾ ഇത്രയും നാൾ കുറേ റിവ്യൂസ് എക്സ്പ്ലനേഷൻ വന്ന് ഇനി എന്ത് തേങ്ങയാണോ താൻ പറയാൻ പോകുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇനിയും അങ്ങനെ മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഡയലോഗ്, നമ്മുടെ തുടരും എന്ന സിനിമയ്ക്ക് അത് ജോർജ് സാറിന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ ഹീറോ ഈ ജോർജ് സാറാടാ എന്ന് പറയുന്ന ഡയലോഗ് നിങ്ങളൊന്ന് ഓർത്ത് വെക്ക്. ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ചെറിയൊരു കറക്ഷനോടെ അത് പറയേണ്ടി വരും. അപ്പോൾ ഇനി സീരിയസ് ആയ സ്റ്റോറി ടെല്ലിംഗ് മോഡിലേക്ക് പോവുകയാണ്. എക്കോ ഒരു സിനിമയുടെ പേരാണ്, പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. കേരള കർണാടക ബോർഡറിലെ ഒരു മല, ഫുൾ കോടമഞ്ഞ്, ആർക്കും ഈസിലി എത്തപ്പെടാൻ പറ്റാത്ത ഒരിടം. അവിടെ ഒരാളുണ്ടായിരുന്നു, കുര്യച്ചൻ. നിയമവും ശത്രുക്കളും ഒരുപോലെ നോട്ടമിട്ട, ആർക്കും പിടികൊടുക്കാത്ത ഒരു നിഗൂഢ മനുഷ്യൻ. അയാളുടെ പവർ നായ്ക്കളായിരുന്നു. നായ്ക്കളെ പരിശീലിപ്പിക്കുന്ന അയാൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അവയായിരുന്നു അയാളുടെ കണ്ണും കാതും ആയുധവും എല്ലാം. ആർക്കും തൊടാൻ കഴിയാത്ത കാടിനെ പറ്റി നല്ലോണം അറിയാവുന്ന മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനാകും. ഒരു ക്ലൂ ഇല്ല. കുര്യച്ചൻ മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ, എവിടെ പോയി? ഈ ക്വസ്റ്റ്യൻസ് ആ മലയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. എക്കോയുടെ സ്റ്റോറി ടെല്ലിംഗ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ടോ? അതായത് പല കാലങ്ങളിലൂടെയുള്ള യാത്രയെ കഥ എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ എക്കോയുടെ കഥയെ സ്റ്റെപ്പ് ബൈ ഡീപ്പ് ഡൈവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ എല്ലാവരും ഷോക്ക് ചെയ്ത ക്ലൈമാക്സ്, അതിന്റെ സീക്രട്ട് എന്താണ്, എന്തുകൊണ്ടാണ് ആ സിനിമ അവിടെ എൻഡ് ചെയ്തത്, ഇതൊക്കെ നമ്മോട് എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയി ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഈ വീഡിയോ ഫുള്ള് കാണുക. അതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എക്കോ എന്ന്. എക്കോ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയും അതിന്റെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതായത് കഥ ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ അല്ല മുന്നോട്ട് പോകുന്നത്, പകരം ഒരു പസിൽ പോലെ ചെറിയ ചെറിയ പീസസ് ആയി സിനിമ അവിടെ ഇവിടെ മൊത്തം ചെതറിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒരു ഡീപ്പ് ലെയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ ഒന്ന്, അതിന്റെ കഥയെ അതിന്റെ ശരിയായ കാലക്രമത്തിൽ ഒന്ന് അടുക്കി വെക്കേണ്ടതുണ്ട്. ഇത് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ചിത്രം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സഹായമാകും. വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന കാലം, മലേഷ്യയിലെ ഒരു ചെറിയ ദ്വീപ്. യുദ്ധം ലോകം കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഈ ദ്വീപിൽ സോയിയും ഭർത്താവും ശാന്തമായ ഒരു ജീവിതം നയിക്കുകയാണ്. അതായത് സോയി എന്ന യുവതിയും അവരുടെ ഭർത്താവും നല്ല സുഖമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് ഈ ദ്വീപ്. അവരുടെ കയ്യിൽ അപൂർവ ഇനം ചില നായ്ക്കളുണ്ട്. ഒരു സ്പെഷ്യൽ ബ്രീഡ്, ലോകത്ത് വേറെ എവിടെയും ഇല്ലാത്ത ഇന്റലിജൻസും ഡേഞ്ചറും ഒന്നിച്ച നായ്ക്കൾ. അവരുടെ ഈ ജീവിതത്തിലേക്ക് കുര്യച്ചനും അയാളുടെ സുഹൃത്ത് മോഹൻ ബോത്തനും വരുന്നത് ആ നായ്ക്കളെ സ്വന്തമാക്കാനാണ്. പക്ഷെ യുദ്ധത്തിന്റെ നടുവിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾക്കൊടുവിൽ ഒരു ദിവസം കുര്യച്ചനും മോഹൻ ബോത്തനും വീണ്ടും ആ ദ്വീപിലേക്ക് തിരിച്ചു വരുന്നു ഒരു വാർത്തയുമായി. സോയുടെ ഭർത്താവ് മരിച്ചു. പക്ഷെ അത് നേരി കണ്ട് പറയാനായി അവർക്ക് ആ ദ്വീപിൽ കയറാൻ കഴിയുന്നില്ല. കാരണം അവിടെ തടയുന്നത് സോയിയുടെ ഭർത്താവ് ട്രെയിൻ ചെയ്യിച്ച ആ നായ്ക്കളാണ്. അവ കൂട്ടം കൂടി ആർക്കും അകത്ത് കടക്കാൻ അനുവദിക്കാതെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സോയിക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നായകൾ അവളെയും ചുറ്റിപ്പറ്റി കൂട്ടം കൂടി നിൽക്കുന്നു. ഭർത്താവ് മരിച്ച കാര്യം നേരി കണ്ട് സോയിയോട് പറയാതെ താൻ തിരിച്ചു പോകില്ല എന്ന് കുര്യച്ചൻ തീരുമാനിക്കുന്നു. നായ്ക്കളെ ഇണക്കാൻ അയാൾ ശ്രമിക്കും. പക്ഷെ കുറെ സമയം കഴിഞ്ഞ് ക്ഷമ നശിച്ച മോഹൻ ബോത്തൻ കുര്യച്ചനുമായി തർക്കിച്ചിട്ട് ദ്വീപ് വിട്ട് പുറത്തു പോകുന്നു. അവിടെ അപ്പോൾ കുര്യച്ചനും നായ്ക്കളും പിന്നെ ഈ സോയിയും മാത്രം. ഒരു ഘട്ടത്തിൽ സോയി ആ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ നായ്ക്കൾ സോയിയെ ആക്രമിക്കുന്നു. അവസാനം വരെ ദ്വീപിൽ കയറാൻ കഴിയാതെ ശ്രമിച്ചു നിന്ന കുര്യച്ചൻ തോക്കെടുക്കും. തടസ്സമായി നിന്ന നായ്ക്കളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു, സോയിയെ രക്ഷിക്കുന്നു. അവിടെയാണ് കുര്യച്ചൻ ഒരു സത്യം സോയിയോട് പറയുന്നത്. ആ നായകൾ സോയിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ട്രെയിൻ ചെയ്തതായിരുന്നില്ല, മറിച്ച് സോയി ആ ദ്വീപ് വിട്ട് ഒരിക്കലും പുറത്തു പോകരുതെന്ന് ഉറപ്പിക്കാൻ അവളുടെ ഭർത്താവ് സൃഷ്ടിച്ച ഒരു സംവിധാനം മാത്രമായിരുന്നു എന്ന് സോയിയോട് ഈ കാര്യം കുര്യച്ചൻ പറയുന്നു. അത് കേട്ട നിമിഷം സോയി മാനസികമായി തകർന്നു പോകുന്നു. ആ തകർച്ചയുടെ മുന്നിൽ സോയിയുടെ ഒരു രക്ഷകനായി കുര്യച്ചൻ നിൽക്കുന്നു. അയാൾ അവളെയും കുറച്ച് നായ്ക്കുട്ടികളും കൂട്ടി കേരളത്തിലേക്ക് ഒരു കാട്ടുകുന്നിലേക്ക് വരുന്നു. വിവാഹം കഴിക്കുന്നു. പുതിയ ജീവിതം തുടങ്ങിയത് നമ്മൾ ചിന്തിക്കുന്നിടത്ത് കഥ യഥാർത്ഥത്തിൽ മാറുന്നു. അവിടെ വെച്ച് കുര്യച്ചൻ ആ പുതിയ നായ്ക്കളെ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങും. വർഷങ്ങൾ കടന്നുപോയി. കഥ ഇപ്പോൾ ആ കാട്ടുകുന്നിലാണ്. സോയി എന്ന പേര് ഇനിയില്ല. അവൾക്ക് ഇപ്പോൾ ഒറ്റ പേരേ ഉള്ളൂ, മ്ലാത്തിച്ചേട്ടത്തി. കുര്യച്ചന്റെ പല ഭാര്യമാരിൽ ഒരാൾ മാത്രം. ആ മലമോളിൽ അവർ ഒറ്റയ്ക്ക് ജീവിച്ചു പോകുന്നു. ഈ സമയത്തുള്ളിൽ കുര്യച്ചൻ ആ കാട്ടുകുന്നിന്റെ രാജാവായി. പോലീസും നിയമവും എല്ലാം അയാളുടെ കാലിന് താഴെ. നായ്ക്കൾ കാടിന്റെ ഓരോ കോണിലും കാവൽ നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ കഥ നമ്മോട് പറഞ്ഞ ഒന്നു മാത്രം: പേരുകൾ മാറുന്നു, സ്ഥലങ്ങൾ മാറുന്നു, പക്ഷെ അധികാരവും നിയന്ത്രണവും ഭരണവും അതേപടി തുടരുന്നു. കഥയിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി വരുന്ന മോഹൻ ബോത്തന്റെ വരവോടെയാണ്. കുര്യച്ചന്റെ ചതിയിൽപ്പെട്ട് ജയിലിൽ പോകേണ്ടി വന്ന മോഹൻ ബോത്തൻ അയാളുടെ തീരാത്ത പകയുണ്ട്. അത് കോപമായിട്ടല്ല, ഒരു ഓർമ്മയായിട്ടാണ് അയാൾ കൊണ്ടു കാണുന്നത്. ഒരു ദിവസം അവൻ മ്ലാത്തിയെ
കാണാനെത്തുന്നു. അവിടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. സോയുടെ ഭർത്താവിന്റെ മരണം ഒരു അപകടമല്ല, കുര്യച്ചൻ കളിച്ച ഒരു നാടകത്തിന്റെ ഭാഗമാണ് അതെന്ന് പറയുന്നു. സോയുടെ ഭർത്താവിനെ കുര്യച്ചൻ ചതിച്ച് ജയിലിലാക്കുന്നു. പിന്നീട് അയാൾ മരിച്ചുപോയെന്ന് സോയിയെ വിശ്വസിപ്പിക്കുന്നു. ഈ ചതിയുടെ കഥ വർഷങ്ങൾക്ക് ശേഷം മോഹൻ ബോത്തൻ മ്ലാത്തിയോട് തുറന്നു പറഞ്ഞു. സത്യം അറിഞ്ഞ മ്ലാത്തിയുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ തീ ആളിക്കത്താൻ തുടങ്ങി. ഇത്രയും കാലം താൻ ജീവിച്ച ജീവിതം ഒരു തടവറയായിരുന്നു എന്ന് അവർ തിരിച്ചത്. ഇതേ സമയത്താണ് നിയമത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കുര്യച്ചൻ കാട്ടിലെ ഒരു ഗുഹയിലേക്ക് ഒളിവി പോകുന്നു. തന്നെ സംരക്ഷിക്കാനായി തന്റെ വിശ്വസ്തരായ നായ്ക്കളെയും അയാൾ കൂടെ കൂട്ടുന്നു. അയാളുടെ കണക്കൂടൽ അവ തന്റെ അവസാന സുരക്ഷയാണ്. പക്ഷെ ഇവിടെയാണ് മ്ലാത്തിയുടെ കളി തുടങ്ങുന്നത്. വർഷങ്ങളായി ആ നായ്ക്കളെ പരിപാലിച്ചിരുന്ന അവളായിരുന്നു. കൂട്ടിലടക്കാതെയും കെട്ടിയിടാതെയും നായ്ക്കളെ വളർത്തിയ അവർ പതിയെ പതിയെ അവളുടെ സാന്നിധ്യം കൊണ്ട് ആ നായ്ക്കളുടെ കൂറ് സ്വന്തമാക്കി. അവൾ ചെയ്തിരുന്ന ഒരു പരിശീലനമായി മറിച്ച് നായ്ക്കളുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഒരിക്കൽ കുര്യച്ചനെ സംരക്ഷിക്കുന്നതിനായി പുറത്തു കൊണ്ടുപോയ അതേ നായ്ക്കൾ തന്നെ അയാൾ ഒളിവിൽ പോയ ഗുഹയിൽ നിന്നും പുറത്തു വിടാതെ ജയിലർമാരായി മാറുന്നു. ഇനി സിനിമയുടെ വർത്തമാന കാലത്തിലേക്ക് വരാം. പ്രസന്റ് ടൈം ലൈൻ. കുര്യച്ചനെ കാണാതായതോടെ കാട്ടുകുന്നിലേക്ക് ഒരുപാട് പേർ എത്തിത്തുടങ്ങുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യം. മ്ലാത്തിയുടെ പുതിയ പണിക്കാരനായി വന്ന പിയൂസ്, അവൻ ശരിക്കും കുര്യച്ചന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു. അവന്റെ ലക്ഷ്യം വ്യക്തമാണ്, യജമാനെ കണ്ടെത്തണം. കൂലിപ്പണിക്കാരായി വന്ന രണ്ടുപേർ, അവർ ശരിക്കും അണ്ടർ കവർ പോലീസുകാരായിരുന്നു. പഴയ കണക്ക് തീർക്കാൻ വന്ന ഒരു നേവി ഉദ്യോഗസ്ഥൻ. ഇവരെല്ലാം കുര്യച്ചനെ ഹണ്ട് ചെയ്യുമ്പോൾ അറിയാതെ തന്നെ അവർ ഓരോരുത്തരും മ്ലാത്തിയുടെ പ്രതികാരത്തിന്റെ കരുക്കളായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ കളിയുടെ കൺട്രോൾ അവരുടെ ആരുടെയും കയ്യിലായിരുന്നു. അവസാനം ആരെല്ലാം എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് മ്ലാത്തിയാണ്. ഈ കഥയുടെ ഓർഡർ ഇപ്പം ഏകദേശം ക്ലിയർ ആയി. ഇനി ഈ സിനിമയുടെ ഒരു സിംബോളിസം, അതായത് കുറെ ചിഹ്നങ്ങളിലേക്ക് വരാം. ഈ സിനിമയിലെ ഏറ്റവും ശക്തമായ ചിഹ്നം നായ്ക്കളാണ്. അവ വെറും മൃഗങ്ങളല്ല, അവ അധികാരത്തിന്റെ ഒക്കെ ചലിക്കുന്ന ഒരു രൂപങ്ങളാണ്. തുടക്കത്തിൽ യജമാനൻ കുര്യച്ചനായിരുന്നു. അവൻ അവയെ ഉപയോഗിച്ച് ശത്രുക്കളെ വേട്ടയാടി തന്റെ സാമ്രാജ്യം സംരക്ഷിച്ചു. പക്ഷേ കഥ പുരോഗമിക്കുമ്പോൾ ഈ അധികാരത്തിന്റെ സമവാക്യം നേരെ തലകീഴായി മറിയുകയാണ്. അവിടെ സ്വന്തം സംരക്ഷകരായിരിക്കും എന്ന് കരുതിയ നായ്ക്കൾ തന്നെ അയാളെ തടവിലാക്കുന്നു. അല്ലെങ്കിൽ തടവറയുടെ സൂക്ഷിപ്പുകാരായി പുറത്ത് കാവൽ നിൽക്കുന്നു. ചിലപ്പോൾ സംരക്ഷണവും നിയന്ത്രണവും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. ഈ ലൈൻ തന്നെ സിനിമയുടെ ആശയത്തിന് അടിവരയിടുന്നു. കുര്യച്ചൻ സോയിയെ മലേഷ്യയിൽ നിന്ന് രക്ഷിച്ചത് സ്നേഹം കൊണ്ടുള്ള ഒരു സംരക്ഷണമായിരുന്നില്ല, മറിച്ച് അവളെ സ്വന്തമാക്കാനുള്ള ഒരു നിയന്ത്രണമായിരുന്നു. അതൊരു തടവറയായിരുന്നു. അതുപോലെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അയാൾ ഒളിച്ച ഗുഹ പിന്നീട് അവന്റെ ജീവപര്യന്തം തടവറയായിരുന്നു. സ്വാതന്ത്ര്യമില്ലാത്ത സംരക്ഷണം ഒരു കൂട്ടിലടക്കുന്നതിന് തുല്യമാണെന്നും സംരക്ഷിക്കുന്നു എന്ന് പറയുന്നയാൾ തന്നെയാവും ഏറ്റവും വലിയ വേട്ടക്കാരനെന്നും സിനിമ നമ്മോട് പറയുന്നു. എക്കോയിലെ പ്രതികാരം സാധാരണ സിനിമകളിലെ പോലെ ഒരു ക്ലീശയല്ല. ഇവിടെ വെടിയുണ്ടകളും രക്തവും ഒന്നുമില്ല. മ്ലാത്തിയുടെ പ്രതികാരം വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ആലോചനയുടെയും ഫലമാണ്. അവൾക്ക് വേണമെങ്കിൽ കുര്യച്ചനെ ഒരു നിമിഷത്തിൽ കൊലപ്പെടുത്താനാകുമായിരുന്നു. പക്ഷെ അവൾ തിരഞ്ഞെടുത്ത് അതല്ല. തന്നെ സ്നേഹം നടിച്ച് ചതിച്ച് തടവിലാക്കിയ കുര്യച്ചനെ മ്ലാത്തി അതേ വിധത്തിൽ തിരിച്ച് ശിക്ഷിക്കുന്നു. സിനിമയുടെ അവസാന രംഗം കാട്ടുകുന്നിലെ അധികാരം മാറിയതിന്റെ ഒരു സൂചനയാണ്. കുര്യച്ചന്റെ അവസാനത്തെ വിശ്വസ്തനായ പിയൂസ് സത്യം തിരിച്ചറിഞ്ഞ നിമിഷം നായ്ക്കളാൽ വളയപ്പെടുന്നു. മ്ലാത്തിയാണ് ഇതെല്ലാം പിന്നിലെന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം താൻ ഒരു കെണിയിൽ പൂർണ്ണമായി പെട്ടു എന്ന് അവനും തിരിച്ചറിഞ്ഞു. രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും അടഞ്ഞിരിക്കുന്നു. കാരണം ആ കാടിന്റെ അധികാരികൾ ആ നായ്ക്കളാണ്. അവയുടെ അധികാരി മ്ലാത്തിച്ചേട്ടത്തി. അവന് അവസാനം എന്തു പറ്റി എന്ന് സിനിമയെ കാണിക്കുന്നില്ലെങ്കിലും കുര്യച്ചൻ ലോകത്തെ അവസാന കണ്ണിയോടെ തീർന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടെ കാട്ടുകുന്നിലെ ചോദ്യം ചെയ്യപ്പെടാത്ത പുതിയ ശക്തിയായ മ്ലാത്തിച്ചേട്ടത്തി മാറും. ഒരു കാലത്ത് കുര്യച്ചൻ മറ്റൊരാളെ കൊടുക്കാൻ ഉപയോഗിച്ച തന്ത്രം അവസാനം അവനെ തന്നെ ഒരു തടവുകാരനായി മാറും. അധികാരത്തിന്റെ അടയാളമായിരുന്ന നായ്ക്കൾ അവന്റെ തന്നെ തടവറയുടെ കാണാത്ത മതിലുകളായി മാറും. വേട്ടക്കാരനും ഇരയും ഒന്നാകുന്ന, യജമാനും അടിമയും പരസ്പരം മാറുന്ന ഒരു വിചിത്രമായ ലോകമാണ് എക്കോ എന്ന സിനിമ തുറന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ജോർജ് സാറിന്റെ ഡയലോഗ് ഈ സിനിമയിലെ പിയൂസിനെ നോക്കി മ്ലാത്തിച്ചേട്ടത്തി ഉള്ളി പറയുന്നുണ്ടാവും, എന്റെ മോനെ പിയൂസേ, ഇതെന്റെ കഥയാടാ, ഈ സിനിമയിലെ ഹീറോ ഞാനാണ്. ഇതാണ് ഈ ഡയലോഗ് ആദ്യം പറയാൻ കാരണം. എനിക്ക് തോന്നുന്നത് മ്ലാത്തിച്ചേട്ടത്തിയാണ് ഈ സിനിമയുടെ ശരിക്കുള്ള പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയാം, ഹീറോ. സിനിമ ശരിക്കും കണ്ടവർക്ക് ഈ ഒരു ഓർഡറിൽ കണ്ട കഥ ഒരുപക്ഷെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡീറ്റെയിൽസ് അധികം സിനിമയെ കുറേ ഉണ്ട്. എല്ലാം പറഞ്ഞ സ്പോയിലേഴ്സിന്റെ അതിന്റെ ഒരു ഭംഗി കളയണ്ടെന്ന് കരുതിയാണ് ജസ്റ്റ് ഒരു ഓർഡറിലുള്ള കഥ പറയുന്നത്. അതുകൊണ്ട് ഈ കഥ ഇഷ്ടപ്പെട്ടവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.